ഇനി നമുക്ക് സെമി കണ്ടക്ടേഴ്സിലെ കണ്ടക്ടിവിറ്റി കാണാനുള്ളൊരു ഇക്വേഷൻ നോക്കാം. നേരത്തെ പറഞ്ഞ് ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസും നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇൻട്രൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ ഇതാണ് ഇക്വേഷൻ വരുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹോൾസ്. ഇതിനെയാണ് നമ്മൾ ഇൻട്രൻസിക് ചാർജ് കാരിയേഴ്സ് Ni എന്നുള്ള ലെറ്റർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷെ എക്സ്ട്രൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഇലക്ട്രോണും നമ്പർ ഓഫ് ഹോൾസും ഈക്വൽ അല്ല. അപ്പോൾ എക്സ്ട്രൻസിക് സെമി കണ്ടക്ടേഴ്സിൻ്റെ കേസിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം. Ne ഇൻറ്റു NH ഈക്വൽ ടു Ni സ്ക്വയറിന് എഴുതാം. എക്സ്ട്രൻസിക് സെമി കണ്ടക്ടറിൻ്റെ കേസിൽ Ne ഇൻറ്റു NH ഈക്വൽ ടു Ni സ്ക്വയർ. ഇതിൽ Ne എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ്, NH എന്ന് പറഞ്ഞാൽ ഹോൾസ് ഡെൻസിറ്റി, അതേപോലെ Ni എന്ന് പറഞ്ഞാൽ ഇൻട്രൻസിക് ചാർജ് കാരിയേഴ്സിൻ്റെ ഡെൻസിറ്റി. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിലെ ടോട്ടൽ കറൻറ്റ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസുകളുടെ അതേപോലെ ഹോൾസുകളുടെ ടോട്ടൽ ഫ്ലോ ആയിരിക്കും. അപ്പോൾ സെമി കണ്ടക്ടർ മെറ്റീരിയൽസിലെ കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ I ഈക്വൽ ടു IE പ്ലസ് IH എന്നാണ് എഴുതുന്നത്. കറൻറ്റ് ഡ്യൂ ടു ഇലക്ട്രോൺസ് ആണ് IE, കറൻറ്റ് ഡ്യൂ ടു ഫ്ലോ ഓഫ് ഹോൾസ് ആണ് IH. അപ്പോൾ അതിൻ്റെ സമ്മായിരിക്കും ടോട്ടൽ കറൻറ്റ്. ഇനി നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. NaVdE എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പുതിയൊരു ഇക്വേഷൻ ഉണ്ടാക്കും. IEയുടെ സ്ഥാനത്ത് NeAVdE ഇതാണ് ഇലക്ട്രിക് ചാർജ് കൊണ്ടാണ് കറണ്ട്, പ്ലസ് ഹോൾസ് വെച്ച് പറയുന്ന സമയത്ത് NHAVdE എന്ന് കൊടുക്കണം. ഇവിടെ നമുക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ VE എന്ന് എഴുതാം, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോളിന് VH എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ കറന്റ് ത്രൂ ദ സെമി കണ്ടക്ടർ IE ഈക്വൽ ടു AE ഇൻറ്റു NeVe പ്ലസ് NHVH. ഇതാണ് സെമി കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, മാസ് ഓഫ് ഹോൾ മീൻസ് എഫക്റ്റീവ് മാസ് ഓഫ് ഹോൾ ഈസ് ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ഇലക്ട്രോൺ ആണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഹോൾ ഈസ് ലെസ് ദാൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ. ഈ ഒരു കൺസെപ്റ്റും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി നമുക്ക് കണ്ടക്ടിവിറ്റിക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കണം. സെമി കണ്ടക്ടറിലെ ടോട്ടൽ കണ്ടക്ടിവിറ്റി ആണ് സിഗ്മ. സിഗ്മ ഈക്വൽ ടു സിഗ്മ ഇ പ്ലസ് സിഗ്മ എച്ച് ഇതാണ് വരുന്നത്. ടോട്ടൽ കണ്ടക്ടിവിറ്റി ഓഫ് സെമി കണ്ടക്ടേഴ്സ് സിഗ്മ ഈക്വൽ ടു സിഗ്മ ഇ പ്ലസ് സിഗ്മ എച്ച് എന്ന് എഴുതാം. ഇതിൽ സിഗ്മ ഇ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ കണ്ടക്ടിവിറ്റി, സിഗ്മ എച്ച് എന്ന കണ്ടക്ടിവിറ്റി ഓഫ് ഹോൾസ് ആണ്. ഇനി ഇതും കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷൻ ആണ്. സിഗ്മ ഈക്വൽ ടു N mu E എന്ന് പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ നമ്പർ ഡെൻസിറ്റി, മ്യൂ മൊബിലിറ്റി, അതേപോലെ E ഇലക്ട്രോണിന്റെ ചാർജ്. അങ്ങനെയെങ്കിൽ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ ഈക്വൽ ടു Ne mu E പ്ലസ് NH mu H E. അങ്ങനെയെങ്കിൽ സിഗ്മ ഈക്വൽ ടു E ഇൻറ്റു Ne mu E പ്ലസ് NH mu H. ഇതാണ് ടോട്ടൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ സെമി കണ്ടക്ടേഴ്സ്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് കയറാം. സെമി കണ്ടക്ടർ ഡിവൈസസ് ആണ് അടുത്ത ടോപ്പിക്. സെമി കണ്ടക്ടർ ഡിവൈസസ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. PN ജംഗ്ഷൻ ഡയോഡ്, ദെൻ ട്രാൻസിസ്റ്റേഴ്സ്, ലോജിക് ഗേറ്റ്സ്, IC. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ടോപ്പിക്കാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് സെമി കണ്ടക്ടർ ഡിവൈസ്. ഇതിൽ ഓരോ സെപ്പറേറ്റ് നമ്മൾ പറയും.
ആദ്യം നമുക്കൊരു പി എൻ ജംഗ്ഷൻ എന്താ നോക്കാം. ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ആപ്ലിക്കേഷനും ഇല്ല. ഇനി ഒരു പി ടൈപ്പും ഒരു എൻ ടൈപ്പും ജോയിൻ ചെയ്തിട്ട് ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ ഡിവൈസസ് ആക്കി മാറ്റാൻ പറ്റുന്നുള്ളൂ. അതിലൂടെ കറണ്ട് ഫ്ലോ ഒക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആദ്യം ഒരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടറിനെ ഒരു എൻ ടൈപ്പ് സെമി കണ്ടക്ടറായിട്ട് ഡോപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ മനസ്സിലാക്കണ്ടേ, ഇതാണ് ഇനിഷ്യലി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പി ടൈപ്പ് സെമി കണ്ടക്ടർ. പി ടൈപ്പ് സെമി കണ്ടക്ടറിൽ ഹോൾസ് ആണ് മെജോറിറ്റി കാരിയേഴ്സ്, ഇലക്ട്രോൺസ് ആണ് മൈനോറിറ്റി കാരിയേഴ്സ്. ഇങ്ങനെ സർക്കുലർ ഫോമിൽ വെച്ചിട്ട് ഹോൾസ് ആണ്, സോളിഡ് ഫോമിലുള്ളത് ഇലക്ട്രോൺസ് ആണ്. ഇവിടെ അടുത്തതായിട്ട് നമ്മൾ ഒരു എൻ ടൈപ്പിനെ ഇതായിട്ട് കണക്ട് ചെയ്യാണ്. എൻ ടൈപ്പിന്റെ പ്രത്യേകത പറഞ്ഞാൽ ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി, ഹോൾസ് ആണ് മൈനോറിറ്റി. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺസ്. ഒരു രണ്ട് പ്രോസസ്സ് നടന്നതിന് ശേഷമാണ് പി എൻ ജംഗ്ഷൻ ഡിവൈസ് ആയിട്ട് മാറുന്നത്. നമ്മൾ ഈ ഒരു പി ടൈപ്പ് ഒരു എൻ ടൈപ്പ് വെക്കുന്നതോട് കൂടി പി എൻ ജംഗ്ഷൻ ആകൂല. അകത്ത് രണ്ട് പ്രോസസ്സ് നടക്കണം. ആ പ്രോസസ്സ് നടന്ന് കഴിയുമ്പോൾ അതൊരു പി എൻ ജംഗ്ഷൻ ആയിട്ട് മാറും. അതൊരു ഡിവൈസ് ആക്കി നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഫസ്റ്റ് രണ്ട് പ്രോസസ്സ് ഇതൊക്കെയാണ്. ഒന്ന് ഡിഫ്യൂഷൻ, സെക്കൻഡ് വൺ ഡ്രിഫ്റ്റിംഗ്. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയുന്നതാണ്. കോൺസെൻട്രേഷൻ കൂടുതലുള്ളിടത്തു നിന്ന് കോൺസെൻട്രേഷൻ കുറവുള്ളിടത്തേക്ക് ഫ്ലോ ചെയ്യുന്നതിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ഹോൾസ് കൂടുതലാണ്, ഈ സൈഡിൽ ഹോൾസ് കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടായിരുന്ന ഹോൾസ് ഒക്കെ ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യും. അങ്ങനെ ഒരു ഹോൾ കറന്റ് IH ഫോം ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺസ് കൂടുതലാണ്, ഇവിടെ ഇലക്ട്രോൺസ് കുറവാണ്. അപ്പോൾ ഇവിടെയുള്ള ഇലക്ട്രോൺസ് കോൺസെൻട്രേഷൻ കൂടുതൽ കാരണത്താൽ കുറവുള്ളടത്ത് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു ഇലക്ട്രിക് കറന്റ് IE ഫോം ചെയ്യും. അടുത്ത സ്റ്റെപ്പിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ്. ഇങ്ങനെ ഫ്ലോ ചെയ്ത് അങ്ങോട്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടി വരും, ഇവിടെ ഹോൾസിൻ്റെ എണ്ണം കൂടി വരും. അങ്ങനെയെങ്കിൽ ഇതിന് ചുറ്റും ഒരു നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യും. മനസ്സിലാക്കിക്കോ. ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസിൻ്റെ അളവ് കൂടി വരും. അപ്പോൾ ഇതിന് ചുറ്റും ഒരു നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യും. ഇവിടെയോ ഒരു പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡും ഫോം ചെയ്യും. കാരണം ഇവിടെയുള്ള ഹോൾസ് ഒക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഹോൾസിൻ്റെ എണ്ണം കൂടും, ഒരു പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇങ്ങനെ വരക്കാം. ഇലക്ട്രോൺസ് ഇവിടെ ഒരു എൻ ടൈപ്പ് വരും, എൻ ടൈപ്പിനകത്ത് ഹോൾസ് വരും. ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിന് മേലായിട്ട് ഒരു നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡും ഇവിടെ ഒരു പോസിറ്റീവ് ഇലക്ട്രിക് ഫീൽഡും ഫോം ചെയ്യും ജംഗ്ഷന്. ഇനി സെക്കൻഡ് പ്രോസസ്സ് പറയാൻ, ഇപ്പോൾ ഡിഫ്യൂഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് ഡ്രിഫ്റ്റിംഗാണ് പറയാൻ പോകുന്നത്. ഡ്രിഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് ഉണ്ടാകുന്ന മോഷനെയാണ്, ചാർജ് കാരിയേഴ്സിൻ്റെ മോഷനെയാണ് ഡ്രിഫ്റ്റിംഗ് എന്ന് പറയാം. നമ്മൾ ഓൾറെഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി ഒക്കെ പഠിച്ച ആൾക്കാരാണ്. അപ്പോൾ ഇതിനൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യുമ്പോൾ ഇവിടുത്തെ നെഗറ്റീവ് ചാർജും ഇവിടെ ഫോം ചെയ്യുന്ന നെഗറ്റീവ് ഇലക്ട്രിക് ഫീൽഡും ഒരു റിപ്പൽഷൻ കാരണത്താൽ ഇവിടെ ഉണ്ടായ നെഗറ്റീവൊക്കെ അങ്ങോട്ട് തന്നെ പോകും. അതേപോലെ ഇവിടുത്തെ പോസിറ്റീവ് ഫീൽഡും ഇവിടെയുള്ള ഹോൾസും കാരണത്താൽ റിപ്പൽഷൻ കാരണത്താൽ അത് ഇങ്ങോട്ട് തന്നെ വരും. ഇനി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഒരു കറണ്ട് ഫോം ചെയ്യും, അതാണ് ഡ്രിഫ്റ്റ് കറണ്ട്. ഇങ്ങോട്ടായിരിക്കും IH, ഹോൾസ് ഇങ്ങോട്ട് മൂവ് ചെയ്യും.
ഇങ്ങോട്ടായിരിക്കും ഐ, ഇലക്ട്രോൺസ് അങ്ങോട്ട് ഫ്ലോ ചെയ്യും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് പറയണത്, അപ്പോൾ ഇവിടെ ഇതിൻ്റെ ടോട്ടൽ സമ്മാണ് IH+I ആണ് ഐ ഡിഫ്യൂഷൻ കറണ്ട്. ഇവിടെ ഉണ്ടാകുന്ന ടോട്ടൽ കറന്റ് ആണ് ഐ ഡ്രിഫ്റ്റ്. എപ്പോഴാണോ ഐ ഡിഫ്യൂഷനും ഐ ഡ്രിഫ്റ്റ് കറന്റും ഡിഫ്യൂഷൻ കറന്റും ഈക്വൽ ആയിട്ട് വരുന്നത്, അപ്പോഴാണ് ഇവിടെ ജംഗ്ഷൻ ഫോം ചെയ്യുക. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇലക്ട്രോൺസും ഹോൾസും ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ഈ രണ്ട് കറണ്ട് അങ്ങോട്ട് ഈക്വൽ ആവും. ദാറ്റ് ഈസ് ഐ ഡ്രിഫ്റ്റ് ഈക്വൽ ടു ഐ ഡിഫ്യൂഷൻ എങ്കിൽ അവിടെ ജംഗ്ഷൻ ഈസ് ഫോംഡ്. അപ്പോൾ അതിൻ്റെ പിക്ചർ ഇങ്ങനെ വരും. ഈ രണ്ട് കറണ്ട് ഈക്വൽ ആകുമ്പോൾ ചാർജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യായിരിക്കും. ഫ്ലോ ചെയ്യുന്നതിന് അറ്റ് പെർട്ടിക്കുലർ ടൈമിലാണ് ഇത് രണ്ട് ഈക്വലായി വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യും, കുറച്ച് ചാർജ് കാരിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റാണ്ട് ഈ ജംഗ്ഷൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിന്ന് പോകും. അതിന് ഇനി മൂവ് ചെയ്യാൻ കഴിയൂല. അപ്പോൾ ആ ഇമ്മൊബൈലായിട്ടുള്ള ചാർജ് കാരിയേഴ്സിൻ്റെ ഈ വിഡ്ത്തിനെയാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. ഇത് പി സൈഡാണ്, ഇത് എൻ സൈഡാണ്, ഇത് പി എൻ ജംഗ്ഷൻ ഡിപ്ലീഷൻ റീജിയൻ ആണ്. അപ്പോൾ ഒരു പി എൻ ജംഗ്ഷൻ ഡിവൈസിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ട്? ഒരു പി സൈഡ് ഉണ്ട്, ഡിപ്ലീഷൻ റീജിയൻ ഉണ്ട്, എൻ സൈഡ് ഉണ്ട്. ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇമ്മൊബൈൽ ആയിട്ടുള്ള ചാർജ് കാരിയേഴ്സിൻ്റെ ആ ഏരിയനെയാണ്, ആ വിഡ്ത്തിനെയാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. അപ്പോൾ ഇത്രയും ഭാഗം പി സൈഡാണ്. പി സൈഡിൽ മെജോറിറ്റി ഹോൾസ് ആണ്, മൈനോറിറ്റി ഇലക്ട്രോൺസ് ആണ്. ഇത് എൻ സൈഡാണ്, ഇലക്ട്രോൺസ് ആണ് മെജോറിറ്റി, ഹോൾസ് ആണ് മൈനോറിറ്റി. ഈ ഡിപ്ലീഷൻ റീജിയന് എക്രോസ് ആയിട്ട് ഒരു ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യും. ഇവിടുത്തെ ഈ ജംഗ്ഷൻ്റെ ഡിപ്ലീഷൻ റീജിയൻ്റെ ആ പൊട്ടൻഷ്യലിനെ പറഞ്ഞ പേരാണ് ബാരിയർ പൊട്ടൻഷ്യൽ. ഓക്കെ, ബാരിയർ പൊട്ടൻഷ്യൽ. ഒരു ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വിഡ്ത്ത് ഓഫ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 മൈക്രോമീറ്റർ ആയിരിക്കും, ഈക്വൽ ടു 10⁻⁻⁶ മീറ്റർ ആയിരിക്കും. പിന്നെ ഒരു ആവറേജ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0.5 വോൾട്ട് ആണ് ആവറേജ്. ഓരോ മെറ്റീരിയൽസ് മാറും. എങ്കിൽ ഇവിടെ ഉണ്ടായ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ച കേസാണ്. ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ V/L എന്ന് പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ V/D എന്ന് പറയാം. ഇവിടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വിഡ്ത്ത് V/D, അത് അപ്രോക്സിമേറ്റ്ലി എത്ര വരുന്നത്? 0.5 ഡിവൈഡഡ് ബൈ 10⁻⁻⁶ ഈക്വൽ ടു 5 ഇൻറ്റു 10⁵5 വോൾട്ട് പെർ മീറ്റർ. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ, അപ്രോക്സിമേറ്റ്ലി വാല്യൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പി എൻ ജംഗ്ഷൻ ഡിവൈസ് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒരു പി എൻ ജംഗ്ഷൻ ഡിവൈസസ് ഫോം ചെയ്യുന്നത് ഒരു പി ടൈപ്പും ഒരു എൻ ടൈപ്പും കമ്പൈൻ ചെയ്യുമ്പോഴാണ്. അവിടെ നടക്കുന്ന രണ്ട് പ്രോസസ്സാണ് ഡിഫ്യൂഷനും ഡ്രിഫ്റ്റിങ്ങും. ഫസ്റ്റ് നടക്കുന്ന ഡിഫ്യൂഷനാണ്, ചാർജ് കോൺസെൻട്രേഷന് ബേസ് ചെയ്തിട്ടുണ്ടാണ് ഫ്ലോ ആണ് ഡിഫ്യൂഷൻ. അപ്പോൾ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട് ആണ് ഐ ഡിഫ്യൂഷൻ. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് അങ്ങോട്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഫോം ചെയ്യും. ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് ചാർജസ് വീണ്ടും ഫ്ലോ ചെയ്യുന്നതാണ് ഡ്രിഫ്റ്റിംഗ്. അവിടെ ഉണ്ടാകുന്ന ടോട്ടൽ കറണ്ട് ആണ് ഐ ഡ്രിഫ്റ്റ്. എപ്പോഴാണോ ഇത് രണ്ടും ഈക്വൽ വരുന്നത് അപ്പോഴാണ് ജംഗ്ഷൻ ഫോം ചെയ്യുക. ജംഗ്ഷൻ ഫോം ചെയ്യുമ്പോൾ മൈനോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ്റെ രണ്ട് സൈഡിലും വന്ന് നിൽക്കും. അപ്പോൾ അവിടുത്തെ വിഡ്ത്താണ് ഡിപ്ലീഷൻ റീജിയൻ. അതിൻ്റെ വാല്യൂ പറഞ്ഞാൽ 10⁻⁻⁶ മീറ്റർ ആണ്. ഇനി അതിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഫോം ചെയ്യും. ആ പൊട്ടൻഷ്യലാണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞത്. അത് ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ 0.5 വോൾട്ട് ആണ്. അതിന് അക്രോസ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ V/D ആണ്. അത് 5 ഇൻറ്റു 10⁵5 വോൾട്ട് പെർ മീറ്റർ ആയിരിക്കും. ഇനി നമുക്ക് ഒന്നാമത്തെ പി എൻ ജംഗ്ഷൻ ഡിവൈസ് ആയിട്ടുള്ള സെമി കണ്ടക്ടർ ഡയോഡിനെ കുറിച്ച് പറയാം. പി എൻ ജംഗ്ഷൻ ഡയോഡ്
സിമ്പിൾ ആയിട്ടുള്ള ഒരു പി എൻ ജംഗ്ഷൻ ഡിവൈസാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ്, സിംപ്ലി ഡയോഡ്. അപ്പോൾ ഡയോഡിൻ്റെ സിമ്പൽ ഇങ്ങനെയാണ്. ഇതാണ് ഡയോഡിൻ്റെ പോസിറ്റീവ് സൈഡ് പി ടൈപ്പ്, ഇതാണ് നെഗറ്റീവ് സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഇതാണ് പി സൈഡ്, ഇതാണ് എൻ സൈഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത്രയും ഭാഗമാണ് പി സൈഡ്. നേരത്തെ പറഞ്ഞ ഇവിടെ കുറേ ഹോൾസ് ഉണ്ടാവും, ഇവിടെ കുറച്ച് ഇലക്ട്രോൺസ് ഉണ്ടാവും, ഇവിടെ ഹോൾസ് ഉണ്ടാവും, ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ അറേഞ്ച്മെന്റ് തന്നെയാണ് ഇത്. ഇനി ഒരു ഡയോഡിനെ സർക്യൂട്ടിൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാം. അതിനെയാണ് ബയാസിംഗ് എന്ന് പറയാം. അപ്പം രണ്ട് ബയാസിംഗ് ഉണ്ട്, ഫോർവേഡ് ബയാസിംഗും ഉണ്ട്, റിവേഴ്സ് ബയാസിംഗും ഉണ്ട്. ഡയോഡിനെ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന ആ ടെക്നിക്കിനെയാണ് ബയാസിംഗ് എന്ന് പറയാം. ഫോർവേഡ് ബയാസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡിൻ്റെ പോസിറ്റീവിനെ സെല്ലിൻ്റെ പോസിറ്റീവായിട്ടും ഡയോഡിൻ്റെ നെഗറ്റീവിനെ സെല്ലിൻ്റെ നെഗറ്റീവായിട്ടും കണക്ട് ചെയ്യുന്നതിനാണ് ഫോർവേഡ് ബയാസ് എന്ന് പറയുന്നത്. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിച്ച് കണക്ട് ചെയ്യുക. അതായത് ഡയോഡിൻ്റെ പോസിറ്റീവിനെ സെല്ലിൻ്റെ നെഗറ്റീവായിട്ടും കണക്ട് ചെയ്യുന്നതാണ് റിവേഴ്സ് ബയാസ്. ഇനി ആ രണ്ട് സിറ്റുവേഷൻ നമുക്ക് സ്പെഷ്യലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ബയാസിംഗ് ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാം. ഫോർവേഡ് ബയാസ് നമ്മൾ നേരത്തെ പറഞ്ഞ് ഡയോഡിൻ്റെ പോസിറ്റീവിനെ, ഇപ്പം ഞാൻ അതിനെ ഇങ്ങനെ പിക്ചറിൽ കാണിക്കുകയാണ്. ഇതാണ് ഡയോഡ്. ഇത് പി സൈഡാണ്, ഇത് എൻ സൈഡാണ്. ഇവിടെ നിറയെ ഹോൾസ് കാണും. ഇനി ഇതാണ് ഡയോഡ്. ഇത് നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യണം. ഇത് പി സൈഡാണ്, ഇത് എൻ സൈഡാണ്. ഇനി പി സൈഡിൽ ഹോൾസിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഇവിടെ കുറഞ്ഞ അളവിൽ മൈനോറിറ്റി കാരിയേഴ്സായിട്ട് ഇലക്ട്രോൺസും കാണും. ഇനി ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലാണ്. നമ്മൾ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത ഇലക്ട്രോൺസ് ആട്ടോ, ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യുന്നത് ഹോൾസ് ആണ്. ഇതാണല്ലോ ഒരു ഡയോഡിൻ്റെ പിക്ചർ. ഇനി ഡയോഡിൻ്റെ പോസിറ്റീവിനെ സെല്ലിൻ്റെ പോസിറ്റീവായിട്ടും ഡയോഡിൻ്റെ നെഗറ്റീവിനെ സെല്ലിൻ്റെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്ത്, ഇനി ഇവിടെ നടക്കുന്ന കാര്യം ഇതാണ്. നമ്മൾ അപ്ലൈ ചെയ്ത പോസിറ്റീവ്, ഇവിടെ ഉള്ളതും പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവും റിപ്പൽ ചെയ്യും. അത് കാരണത്താൽ ഇവിടെ ഉണ്ടായിരുന്ന ഹോൾസ് ഒക്കെ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഇതിലൂടെ ഒരു ഹോൾ കറന്റ് ഫ്ലോ ചെയ്യും. അതേപോലെ ഈ ബാരിയറിന് ഇപ്പുറത്ത് നിൽക്കുന്ന ഹോൾസും അങ്ങോട്ട് മൂവ് ചെയ്യും. ഇനി ഇലക്ട്രോൺസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺസിന്റെ ചാർജ് നെഗറ്റീവാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡും നെഗറ്റീവാണ്. സോ നെഗറ്റീവ് റിപ്പൽഷൻ കാരണത്താൽ ആ നെഗറ്റീവ് ഇങ്ങോട്ട് വരും. ഇവിടെ ഉള്ള ഈ ജംഗ്ഷൻ ഇപ്പുറത്തുള്ള ഇലക്ട്രോൺസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ആരാണോ ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നത് അവരാണ് കറന്റ് ഫ്ലോ ചെയ്യിക്കുക. അപ്പോൾ ഈ കേസിൽ മെജോറിറ്റി കാരിയേഴ്സ് ആണ് ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നത്. സോ ഇതിനകത്തൂടെ ഡയോഡിനെ ഫോർവേഡ് ബയാസിൽ കണക്ട് ചെയ്താൽ ഒരു കറന്റ് ഫ്ലോ ഉണ്ടാവും. ആ കറന്റ് ഫ്ലോ ഈസ് ഡ്യൂ ടു ഫ്ലോ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ്. അതാണ് മനസ്സിലാക്കേണ്ട പോയിന്റ്. ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നത് ആരോ അവരാണ് കറന്റ് ഫ്ലോ ചെയ്യിക്കുന്നത് എങ്കിൽ ഇവിടെ ജംഗ്ഷൻ ക്രോസ് ചെയ്തത് ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ആണ്. സോ ഫോർവേഡ് ബയാസിലെ കറന്റ് ഫ്ലോ ഈസ് ഡ്യൂ ടു ഫ്ലോ ഓഫ് മെജോറിറ്റി കാരിയേഴ്സ്.
ആ കറണ്ടിന്റെ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മില്ലി ആംപിയർ ആയിരിക്കും. അപ്പോൾ നമുക്കിതിനെ ഗ്രാഫ് ഇത് മനസ്സിലാക്കാം. ഇവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ് വി, ഇവിടെ നമ്മൾ ഫ്ലോ ചെയ്ത കറണ്ട് ആണ് ഐ. അപ്പോൾ നമ്മളിതിനെ ഗ്രാഫിക്കലിലോട്ട് മാറ്റാണ്. വി ഐ ഗ്രാഫ്. ഇനിഷ്യലി നിങ്ങൾ ഇവിടുത്തെ വോൾട്ടേജ് നമ്മൾ വേരി ചെയ്യിക്കുന്നുണ്ട്. ഇനിഷ്യലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് 0 ആണെന്ന് കരുതി. അപ്പോൾ ഇവിടെ കറണ്ട് ഫ്ലോ ഇല്ല. വോൾട്ടേജ് പതുക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്തിട്ട് 0.1, 0.2, 0.3 ഇങ്ങനെ കൊണ്ടുവരികയാണ്. അപ്പോഴൊന്നും എന്ത് ചെയ്യില്ല, ഈ ജംഗ്ഷൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഇവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ് ഒന്നും ക്രോസ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം, നമ്മൾ വോൾട്ടേജ് ഇങ്ങനെ കൂട്ടി ഒരു പെർട്ടിക്കുലർ വാല്യൂവിൽ എത്തുമ്പോഴേ ഈ ജംഗ്ഷൻ ഇവിടുന്ന് എന്ത് ചെയ്യുള്ളൂ, ഇല്ലാണ്ടാവും. അപ്പോഴേ മെജോറിറ്റി കാരിയേഴ്സ് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ വരിക. ഇനിഷ്യലി ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് എത്തുന്നത് വരെ കറണ്ട് ഫ്ലോ ഇല്ല. ഇനി കറണ്ട് പെട്ടെന്ന് അങ്ങ് കൂടാൻ തുടങ്ങുന്ന ഒരു വോൾട്ടേജ് ഉണ്ട്. ആ വോൾട്ടേജിനെ പറഞ്ഞ പേരാണ് നീ വോൾട്ടേജ്. നീ വോൾട്ടേജ്. നീ വോൾട്ടേജ് ഈസ് ദ ഫോർവേഡ് ബയാസ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ കറന്റ് ത്രൂ ദ ഡയോഡ് ഇൻക്രീസസ് ഷാർപ്ലി. ഇത് നീ വോൾട്ടേജിന്റെ വാല്യൂ. നീ വോൾട്ടേജ് ജർമേനിയത്തിന്റെ കേസിൽ 0.3 വോൾട്ട് ആണ്. സിലിക്കണിന്റെ കേസിൽ നീ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 0.7 വോൾട്ട് ആണ്. അപ്പോൾ കറന്റ് ഫോർവേഡ് ബയാസിൽ എന്ത് ചെയ്യുന്നുണ്ട്, കുത്തിനങ്ങ് ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്. സോ അതിന്റെ ഫോർവേഡ് റെസിസ്റ്റൻസ് വെരി ലോ ആണ്. കറണ്ട് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഫോർവേഡ് റെസിസ്റ്റൻസ് ഈസ് വെരി ലോ. ഇനി ഫോർവേഡ് ബയാസിലെ കറണ്ടിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ മില്ലി ആംപിയർ ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് വോൾട്ടിലാണ്. ഇനി നമുക്ക് ഇതേപോലെ റിവേഴ്സ് ബയാസ് ഒക്കെ നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഡയോഡ് വരക്കുന്ന, ഇത് പി സൈഡാണ്. സോ ഇവിടെ കുറെ ഹോൾസ് ആണ് ഉണ്ടാവുന്നത്. ഇനി ഇവിടുത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ഇലക്ട്രോൺസ് ഇവിടെ കാണും. ഇത് എൻ സൈഡ് ആകുമ്പോൾ ഇവിടെ കുറേ ഇലക്ട്രോൺസ് ഉണ്ടാവും. ജംഗ്ഷൻ ഇപ്പുറത്ത് ക്രോസ് ചെയ്യാൻ വേണ്ടി ഹോൾസ് ഉണ്ടാവും. റിവേഴ്സ് ബയാസ് എന്ന് പറഞ്ഞാൽ ഡയോഡിന്റെ പോസിറ്റീവിനെ സെല്ലിന്റെ നെഗറ്റീവായിട്ടും ഡയോഡിന്റെ നെഗറ്റീവിനെ സെല്ലിന്റെ പോസിറ്റീവായിട്ടും കണക്ട് ചെയ്യുന്നതാണ് റിവേഴ്സ് ബയാസ്. നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ് വി. ആ വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന കറണ്ടാണ് ഐ. ഇനി നമുക്ക് ഈ ക്രോസ് ചെയ്യുന്നതിനെ കുറിച്ചൊന്ന് പറയാം. നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡ് നെഗറ്റീവാണ്. ഇവിടെ പി ടൈപ്പ് ആണ്, പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്ഷൻ കാരണത്താൽ ഇവിടെയുള്ള ഹോൾസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. മീൻസ് ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ നിൽക്കൂല. പക്ഷെ ഇവിടെ ആര് ജംഗ്ഷൻ ക്രോസ് ചെയ്യും? എൻ സൈഡിലുള്ള ഹോൾസ് എന്ത് ചെയ്യും? ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരും. അതേപോലെ ഇലക്ട്രോൺസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് സൈഡിലോട്ട് അപ്ലൈ ചെയ്തത് പോസിറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് ഇവിടെയുള്ള ഇലക്ട്രോൺസ് ഒക്കെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യും. ജംഗ്ഷൻ ക്രോസ് ചെയ്യൂല മെജോറിറ്റി കാരിയേഴ്സ്. പക്ഷെ ഇവിടെയുള്ള മൈനോറിറ്റി കാരിയേഴ്സ് എന്ത് ചെയ്യും? ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ട് ഇവിടെ എത്തും. ഇപ്പൊ ജംഗ്ഷൻ ക്രോസ് ചെയ്യുന്നത് ആരാണോ അതാണ് കറണ്ട് ഫ്ലോ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞ്. അപ്പോൾ റിവേഴ്സ് ബയാസിലെ കറണ്ട് ഫ്ലോ ഈസ് ഡ്യൂ ടു ഫ്ലോ ഓഫ് മൈനോറിറ്റി കാരിയേഴ്സ്. ഇനി മെജോറിറ്റി കാരിയേഴ്സും മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ മൈനോറിറ്റി കാരിയേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. മെജോറിറ്റി കാരിയേഴ്സ് മൂവ് ചെയ്യുമ്പോൾ മില്ലി ആംപിയർ ആണ് എങ്കിൽ അതിനേക്കാളും കുറവേ മൈനോറിറ്റി കാരിയേഴ്സോട് കറണ്ട് കാണും. അതായത് മൈക്രോ ആംപിയറിൻ്റെ ഓർഡറിലായിരിക്കും കറണ്ട്. ഇപ്പോൾ റിവേഴ്സ് ബയാസിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക്സ് വരക്കുമ്പോൾ ഗ്രാഫ് വരക്കാൻ പോവാണ്. അപ്പോൾ റിവേഴ്സ് വോൾട്ടേജ് ഇങ്ങോട്ട് മാറ്റി. അപ്പോൾ കറണ്ട് മേലേക്ക് വരക്കൂല, കാരണം അവർക്ക് മില്ലി ആംപിയറിൻ്റെ മാക്സിമം ആയിട്ടുണ്ട്. മൈക്രോ ആംപിയർ ആയതുകൊണ്ട് താഴോട്ട്. അപ്പോൾ നമ്മൾ 0 വോൾട്ടേജ് കൊടുത്താൽ കറണ്ട് ഫ്ലോ ഇല്ല. ഇനി വോൾട്ടേജ് കൂട്ടി കൊണ്ടുവരികയാണ്. അപ്പോഴൊന്നും ഇതെന്തെങ്കിലും ജംഗ്ഷൻ ക്രോസ് ചെയ്യൂല. ഇനി ഒരു ഹൈ വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ്
ഈ മൈനോറിറ്റി കാരിയേഴ്സ് ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ട് കറണ്ട് ഫ്ലോ ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഹൈ വോൾട്ടേജ് എത്തുന്നവരെ കറണ്ട് ഇല്ല. പിന്നെ ഹൈ വോൾട്ടേജിൽ എത്തിക്കഴിഞ്ഞാലാണ് കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കറണ്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണോ റിവേഴ്സ് ബയാസിലെ വോൾട്ടേജ് അതിനാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയാം. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഇസ് ദ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ റിവേഴ്സ് കറണ്ട് സ്റ്റാർട്ട് ടു ഇൻക്രീസ്. അത് ജനറലി ഹൈ വാല്യൂ കാരണം എബോവ് 50 അല്ലെങ്കിൽ 80 വോൾട്ടൊക്കെയാണ് സാധാരണ പറയാറ്. ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് കറണ്ട് ഫ്ലോ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് വെരി ഹൈ ആണ്. അപ്പോൾ റിവേഴ്സ് ബയാസിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വെരി ഹൈ, ഫോർവേഡ് ബയാസിൽ വെരി ലോ. അങ്ങനെ ഡയോഡിന് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും അപ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഫ്ലോ എന്ന കറൻറ്റും കണക്ട് ചെയ്യുന്ന ഗ്രാഫിനെയാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. കറൻറ്റും വോൾട്ടേജും നമ്മൾ ഗ്രാഫിനെയാണ് VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് VI ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡയോഡ് ചോദിക്കുകയാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ വരക്കാം. ഇവിടെ ഫോർവേഡ് വോൾട്ടേജ് V in വോൾട്ട്. ഇവിടെ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് V in വോൾട്ട്. ഇവിടെ ഫോർവേഡ് ബയാസിലെ കറന്റ് I in മില്ലി ആംപിയർ. ഇത് റിവേഴ്സ് ബയാസിലെ കറന്റ് I in മൈക്രോ ആംപിയർ. രണ്ട് ഗ്രാഫ് കൂടി കണക്ട് ചെയ്ത് വരക്കുമ്പോൾ ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെ വരും. ഇതാണ് നീ വോൾട്ടേജ്, ഇതാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. ഇത്രയാണ് ഡയോഡിൻ്റെ കാര്യം.